ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ദേ കിടക്കുന്നു എമ്പുരാൻ്റെ ട്രെയിലർ. എൻ്റെ പൊന്നോ, ഒന്ന് രാത്രി ഒന്ന് എണ്ണിച്ചതാ ജസ്റ്റ് ഒന്ന് മരുന്ന് കഴിക്കാൻ വേണ്ടി. എനിക്കാണെങ്കിൽ 2 മണിയാകുമ്പോൾ മരുന്ന് കഴിക്കേണ്ട ഒരു ഇതുണ്ടേ. ഓക്കെ, ഇത് നോക്കിയപ്പോൾ ദേ കിടക്കുന്നു എമ്പുരാൻ്റെ ട്രെയിലർ. ഞാൻ വെച്ചിന് ഫേക്ക് വല്ലതും ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ കിളി പോയി കേട്ടോ. 3 മിനിറ്റ് 51 സെക്കൻഡുമാണ് ഈ പറയുന്ന ട്രെയിലറും കാര്യങ്ങളും. എന്നാൽ പിന്നെ നമുക്കൊന്ന് കണ്ടേക്കാം, നമുക്കൊന്ന് ഒരുമിച്ച് തന്നെ കണ്ടേക്കാം. ഈ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു സാധനം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. ഓക്കെ, ലൈക്ക് എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്, അവരാണ് എന്റെ മക്കൾ. കൊള്ളാലോ, രാംദാസ് ബാക്കി വെച്ചിട്ട് അടിപൊളി സെറ്റ്. ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും ഇങ്ങനൊരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ വേറെ പൊളിയായിരിക്കും. എന്തൊക്കെയോ ഒരു തകരാറും ഫീൽ ആവുന്നുണ്ട്. കാരണം പാർട്ടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അടിച്ചു പിരിയാനും ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടെ വെക്കാം നമുക്ക്. മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്നു. സുരാജ് വേറെ ലെവലായിരിക്കും. കാരണം എതിർ പാർട്ടിക്കാരനായിട്ടാണ് സുരാജ് വരുന്നത്. അപ്പം സുരാജിന് നല്ല റോളാണ് ഈ പടത്തിൽ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ദൈവമേ, ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഓ സീൻ സാധനം സീൻ. ഓ, ഇയാളാണ് എല്ലാവരും മെയിനായിട്ട് വില്ലനായിട്ട് കരുതുന്നത്. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു മെയിൻ വില്ലനൊന്നും അല്ല. പിന്നെ ഇപ്പം ഈ പുള്ളിക്കാരൻ എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ ഒരു രക്ഷയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം പുള്ളി ഈ ബ്ലൂ ഫിലിമിലൊക്കെയാണ് അഭിനയിക്കുക വയ്ക്കുന്നത്. അതായത് ഹിന്ദി വെബ് സീരീസിലൊക്കെയാണ് ഇങ്ങനെ ഇപ്പോൾ കൂടുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജിന് അങ്ങനെ മണ്ടത്തരം പറ്റാറുള്ളതല്ല. പിന്നെ ഇതെന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കൂടെ ഒന്ന് കാണാം. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി ഇതാ മോനെ, ഈ ഡ്രാഗൺ അത് ഉറപ്പാണ്, അത് ഫഹദ് ഫാസിൽ തന്നെയാണ്. എനിക്ക് ആ കഴുത്ത് ഭാഗം കണ്ടിട്ട് അത് ഫഹത്താണ്. 3 പോകേണ്ട ഒരു ലീഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഫഹത്തണ്ണൻ തന്നെ, കൺഫേം ഫഹത്തണ്ണൻ. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. എത്ര രാജ്യങ്ങളത്. उसकी आंखें सब देख रही है. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. ഷാജോൾ അങ്ങേറെ ഫോട്ടോ പോലും കാണിച്ചിട്ടില്ല. അപ്പോഴെല്ലാവരും പറഞ്ഞ ട്രെയിലറിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പം ഇത് പഴയ കഥയാണ്. അതായത് ഇവരൊക്കെ മരിക്കുന്നതിന് മുമ്പുള്ള ഈ എമ്പുരാനകത്ത് കൂടുതലൊരു 40-45 മിനിറ്റും എങ്ങനെയാണ് സ്റ്റീഫൻ രാഷ്ട്രീയത്തിൽ വരുന്നത് അതൊക്കെയാണ് കാണിക്കുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മണിക്കുട്ടൻ എല്ലാ ടീംസും ഉണ്ട്. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ഉണ്ട്, അതറിയാൻ വേണ്ടിയല്ലേ ബ്രോ നമ്മളും വെയിറ്റ് ചെയ്യുന്നേ, നിങ്ങളെ പോലെ തന്നെ. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. എന്തോ പറഞ്ഞ ദേവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ പിന്നെ ചെകുത്താനെ അല്ലേ ആശ്രയിക്കണ്ടേ? ടോവിനോ പണി പറ്റിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവസാനം ഇടയ്ക്ക് മഞ്ജു ഒരു ഡയലോഗ് പറയുന്നില്ലേ, എനിക്കിനി ഒരു രക്തബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ്. ഇനി എനിക്ക് തോന്നുന്നു അതിനി മോഹൻലാൽ മാത്രമായിരിക്കാം. ചിലപ്പോൾ ടോവിനയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനും ചാൻസ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പടം കാണുമ്പോഴല്ലേ അറിയാൻ പറ്റൂ. അങ്ങനെ ആവാം. Zaid Masood. We have to end this war. So Stephen, come back. Save your land.
save God's own country. ക്ലൈമാക്സ് ഇടി, അത് ക്ലൈമാക്സിൽ ഇടിയാണ്, അത് കൺഫേം ആണ്, അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. വട സംഭവം കിടുക്കി. ബാക്കി കൂടെ കാണാം. അമ്മോ, വേറെ ലെവല് പൃഥ്വിരാജ്. ഓ ഐറ്റം, ഓ രണ്ടും കൂടെ അടിപൊളി. ഓ ലൊക്കേഷനൊക്കെ വേറെ ലെവല് കേട്ടോ. ലൊക്കേഷൻ ദൈവമേ, വിഷയം സാധനം. But answer this one question. Who are you really? ലൂസിഫർ സീൻ സാധനം കേട്ടോ. സീൻ രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. ദൈവമേ, എവിടെയോ ആ മോഹൻലാലിന്റെ പുറയിൽ ഇങ്ങനെ നടന്നു വരുന്ന പൃഥ്വിരാജ്, അതിലും എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അണ്ണം വില്ലനാവൂ, ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ചിലപ്പോൾ ഇതുവരെ ഈ ഒരു പടത്തിൽ വില്ലനെ എടുത്ത് കാണിച്ചിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഫഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു തേർഡിലായിട്ടുള്ളൊരു ചെറിയൊരു ഇതാവാനാണ് കൂടുതലും ചാൻസ്. അങ്ങനെ ഫഹത്തിനെ മെയിൻ വില്ലനാക്കാനും ചാൻസ് ഇല്ല, പൃഥ്വിരാജിന് ഒരു ചാൻസും ഉണ്ട്. ഓക്കെ, ഇനി ഞാനെന്ത് പൊട്ടത്തരാ വിളിച്ച് പറയുന്നത് നിങ്ങൾ പറയുകയൊക്കെ ചെയ്യും. ഞാൻ കുറേയൊക്കെ എനിക്ക് എൻ്റെ ഊഹത്തിൽ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, എൻ്റെ അഭിപ്രായങ്ങളാണ്, ശരിയാവണമെന്നില്ല, തെറ്റാവാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഭാഗത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇവർ തെറ്റായിരുന്നാൽ മാത്രം മതി. ഓക്കെ, ബൈ, ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക.